അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിശേഷം? സുഖല്ലേ? ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ഇന്നത്തെ ചന്ദ്രിക ദിനപത്രത്തിൽ ജൂലൈ 4 വെള്ളിയാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള മുഹറം വിശേഷങ്ങളും വികാരങ്ങളും എന്ന തലക്കെട്ടിൽ പ്രിയങ്കരനായ വെള്ളിത്തെളിച്ചം എന്ന പംക്തിയിൽ പ്രിയപ്പെട്ട TH ദാരിമി ഉസ്താദ് എഴുതിയിട്ടുള്ള ലേഖനമാണ്. ആ ഒരു ലേഖനത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ്. നമുക്ക് ലേഖനത്തിലേക്ക് കടക്കാം. പുതിയ ഹിജറ വർഷം പിറന്നു. പടി കടന്നു വരുന്ന വർഷം പടി കടന്നു പോകുന്ന വർഷത്തിൽ നിന്ന് കെട്ടിലോ മട്ടിലോ പ്രകൃതത്തിലോ പ്രഭാവത്തിലോ വ്യത്യാസമുള്ളതല്ല. എല്ലാം തനിയാവർത്തനങ്ങൾ മാത്രം. എങ്കിൽ പിന്നെ എന്താണ് ഓരോ ആണ്ടറുതിയിലും പ്രത്യേകിച്ച് പറയാനുള്ളത് എന്ന് ചിന്തിക്കരുത്. എല്ലാം ആവർത്തനങ്ങളാണ് എന്നത് ശരിയാണ്. എങ്കിൽ പോലും ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമാണ്. കാരണം ആവർത്തിച്ചു വരുന്നതോടെ അത്തരം സംഭവങ്ങൾക്കെല്ലാം ഒരുതരം മങ്ങൽ സ്വാഭാവികമാണ്. അതിനാൽ ഓർമ്മപ്പെടുത്തിയ കാര്യങ്ങൾ തന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതായി വരും. ആ ചിന്തകൾ തുടങ്ങുന്നത് പുതിയ ഒരു വർഷം വീണ്ടും വന്നു എന്നിടത്തു നിന്ന് തന്നെയാണ്. എന്തിനാണ് ഇത്തരമൊരു ചാക്രികത കാലത്തിന് സൃഷ്ടാവ് നൽകിയിരിക്കുന്നത് എന്നത് ഒരു പ്രധാന ചിന്ത തന്നെയാണ്. വീണ്ടും ഒരു വിചാരത്തിന് അവസരം സൃഷ്ടിക്കാൻ വേണ്ടിയാകാം എന്നതാണ് അതിനുത്തരം. ജീവിതത്തിൽ നിന്ന് ഒരു വർഷം കൂടി പിന്നിട്ട് വന്നല്ലോ എന്ന ചിന്ത ഉണ്ടാകാനും പിന്നിട്ട വർഷം എങ്ങനെയെല്ലാമായിരുന്നു അനുഭവപ്പെട്ടത് എന്നത് പരിശോധിക്കാനും അതിൽ ഉണ്ടായ നേട്ടങ്ങളും വിജയങ്ങളും പൂർവാധികം ശക്തിയോടുകൂടി ആവർത്തിക്കാൻ തീരുമാനിക്കാനും അതിലുണ്ടായ കോട്ടങ്ങളും പരാജയങ്ങളും ഇനിയൊരിക്കൽ കൂടി പറ്റാതിരിക്കാൻ വേണ്ട ജാഗ്രത നേടാനും എല്ലാമാണ് ഈ വീണ്ടും വിചാരം. കാലത്തിൻ്റെ ആണ്ടറുതികൾക്ക് പിന്നിൽ ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്. പ്രപഞ്ചത്തെയും കാലത്തെയും ഇങ്ങനെ ക്രമീകരിച്ച സൃഷ്ടാവ് കരുതിയിരിക്കുക. ഇസ്ലാമിക സംഹിതയിൽ ഈ വീണ്ടും വിചാരത്തിനും പുനഃപരിശോധനയ്ക്കും വലിയ സ്വാധീനമുണ്ട്. കാരണം കാലത്തിൻ്റെ മൂശയിലിട്ടാണ് മനുഷ്യനെ സൃഷ്ടാവ് ശരിപ്പെടുത്തിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടതെല്ലാം കാലത്തിൻ്റെ ഒഴുക്കിനിടയിൽ അവൻ ക്രമീകരിച്ച് വെച്ചിട്ടുമുണ്ട്. ഓരോ ദിവസവും മാസവും വർഷവും ചുറ്റിത്തിരിഞ്ഞ് വരുമ്പോഴേക്കും മനുഷ്യൻ്റെ ആത്മവിശുദ്ധിയും ജീവിതത്തിലെ മൂല്യ സമ്പാദ്യങ്ങളും വർദ്ധിക്കുകയും വ്യക്തിത്വത്തിലും ക്രമാനുഗതമായ മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് കാലം അതിൻ്റെ മൂശയിലിട്ട് മനുഷ്യനെ സ്ഫുടം ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തേത്, ഈ ആണ്ടർതിയുടെ അടിസ്ഥാനം ഹിജ്റ എന്ന ആശയമാണ് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ ഹിജ്റ മുഹറം മാസത്തിലായിരുന്നില്ല. എന്നിട്ടും ഈ കലണ്ടറിന് ഹിജ്റ എന്ന പേര് വന്നത് ബോധപൂർവം തന്നെയാണ്. അതായത് ഈ കലണ്ടറിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം ഹിജ്റ എന്ന ആശയം വിശ്വാസികളുടെ മനോമുഖരത്തിൽ അങ്കുരിക്കണം എന്ന ബോധത്തോടെ അത്രമേൽ പ്രധാനപ്പെട്ട ഒരാശയമാണ് ഹിജ്റ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ 53-ാമത്തെ വയസ്സിൽ ജന്മനാടായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മാറി എന്ന ഒറ്റവാചകത്തിൽ പറയാവുന്ന സംഭവമല്ല അത്. മറിച്ച് സാമൂഹികമായും ആത്മീയമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും എല്ലാം വലിയ സ്വാധീനമുണ്ടാക്കിയ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ഹിജ്റ. നീണ്ടകാലത്തെ പീഡനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി കാണിച്ച പ്രതികരണത്തിൻ്റെ രീതിയിലാണ് ഹിജ്റയിലെ ഏറ്റവും വലിയ സന്ദേശം. ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്ത വെറും വാശിയുടെ അടിസ്ഥാനത്തിലുള്ള
ക്രൂരമായ എതിർപ്പുകൾ ആയിരുന്നു മക്കക്കാരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. അതിനു പ്രതികരണമായി അവിടെ തന്നെ പിടിച്ചു നിന്നും തിരിച്ചടിച്ചു പ്രതികരിക്കുവാൻ ഒരുങ്ങാത്ത നബി തങ്ങൾ അവിടെ നിന്ന് മാറിക്കൊടുക്കുകയായിരുന്നു ഹിജ്റയിലൂടെ. മറ്റൊന്ന്, ഈ പാലായനം താൽക്കാലികമായ ചില മാനസിക പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കിയെങ്കിലും അതെല്ലാം നല്ലതിനായിരുന്നു എന്ന അനുഭവമാണ്. നന്മ ഉദ്ദേശിച്ചുകൊണ്ട് മാറി കൊടുക്കുന്നതും താഴ്മ ചെയ്യുന്നതും വിട്ടുവീഴ്ചയ്ക്ക് വിധേയമാകുന്നതും എല്ലാം സൃഷ്ടാവായ അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള മൂല്യങ്ങളാണ് എന്നും അതിനാൽ തന്നെ മറുവാതിലിലൂടെ വിജയവും നേട്ടവും അവൻ എത്തിച്ചു തന്ന് അനുഗ്രഹിക്കുമെന്നുള്ള മഹത്തായ തത്വം വിശ്വാസികളുടെ ലോകത്തെ ഹിജ്റ പഠിപ്പിക്കുകയായിരുന്നു. കാരണം ഹിജ്റ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള 10 വർഷങ്ങൾക്കുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ എതിർപ്പുകളെയും അതിജീവിച്ചു. എല്ലാ കാലത്തിനും മാതൃകയാക്കാവുന്ന ഉത്തമ സമൂഹത്തെ സ്ഥാപിച്ചു. അറേബ്യൻ ഉപഭൂഖണ്ഡത്തെ മുഴുവനും ഇസ്ലാമിലെത്തിച്ചു. അവിടെ തീർത്തും സുരക്ഷിതമായ ഒരു രാഷ്ട്രം സ്ഥാപിച്ചു. അക്കാലത്തെ എല്ലാ സാമ്രാജ്യ ശക്തികൾക്കും തൻ്റെ ദൗത്യത്തിൻ്റെ സന്ദേശം വിജയകരമായി എത്തുകയും ചെയ്തു. അതിനാൽ തന്നെ ഹിജ്റ ഒരു പ്രതീക്ഷയാണ്. അത് പ്രതിബന്ധങ്ങൾക്കും പ്രയാസങ്ങൾക്കുമേൽ വിശ്വാസി നേടുന്ന വിജയമാണ്. അപ്പോൾ പിന്നെ അത് എക്കാലവും പ്രസക്തമായ ഒരു പാഠമായി നിൽക്കുന്നു. നന്മയിലേക്ക് കുതിക്കുക എന്നത് ഓരോ മനുഷ്യനിൽ നിന്നും മതങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന കാര്യമാണ്. അത് പക്ഷേ ഒരു ഉത്ബോധനത്തിലോ പ്രഘോഷണങ്ങളിലോ ഒതുക്കുകയാണ് പലപ്പോഴും മതങ്ങളും ഇസങ്ങളും ചെയ്യുന്നത്. എന്നാൽ അതിന് വിരുദ്ധമായി ഇസ്ലാം നന്മയിലേക്ക് കുതിച്ചുപായാനുള്ള പ്രചോദനങ്ങളെ നേരത്തെ പറഞ്ഞതുപോലെ കാലത്തിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഒരു വർഷത്തിൻ്റെയും പുതിയ തീരുമാനങ്ങളുടെയും തുടക്കം കുറിക്കുന്ന മുഹറം മാസത്തെ തന്നെ വലിയൊരു പ്രചോദനമാക്കി മാറ്റിയിരിക്കുന്നു എന്നതാണ് ഈ ആണ്ടർതി പകരുന്ന മറ്റൊരു സന്ദേശം. ആ പ്രബോധനങ്ങളിൽ ഒന്നാമത്തേത് മുഹറം സമാധാനത്തിൻ്റെ 4 മാസത്തിൽപ്പെട്ട ഒരു മാസമാണ് എന്നതാണ്. യുദ്ധങ്ങൾ പോലും ഉപേക്ഷിച്ച് ശാന്തചിത്തരായി അള്ളാഹുവിൽ അലിഞ്ഞു ചേരാനുള്ള അവസരങ്ങൾ ആയിക്കൊണ്ടാണ് ഈ 4 മാസങ്ങൾ ആചരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഋതുവായ മതത്തിൻ്റെ വികാരങ്ങളാണ് എന്നും പ്രസ്തുത മാസങ്ങളിൽ ഒരു വിശ്വാസി സ്വന്തം ഉന്മയോട് പോലും തെറ്റ് ചെയ്യാൻ പാടില്ല എന്നും അള്ളാഹു പറഞ്ഞിരിക്കുന്നു. തൗബ 36-ാമത്തെ അധ്യായത്തിൽ സ്വന്തം ഉന്മയോട് തെറ്റ് ചെയ്യുക എന്നാൽ പാപങ്ങൾ ചെയ്യുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അഥവാ ഒരു ഹിജ്റ വർഷം തുടങ്ങുന്നത് തന്നെ ശാന്തതയും പ്രതീക്ഷയും പുലർത്തിക്കൊണ്ടാണ്. ഈ 4 മാസങ്ങൾക്കിടയിൽ ഏറെ വ്യത്യസ്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന നിരവധി സവിശേഷതകൾ മുഹറം എന്ന മാസത്തിലുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റമദാൻ കഴിഞ്ഞാൽ പിന്നെ സുന്നത്തായ വ്രതത്തിന് ഏറെ പ്രാധാന്യമുള്ള മാസമാണ് ഇത് എന്നതാണ്. അങ്ങനെ സ്വഹീഹായ ഹദീസിൽ വന്നിരിക്കുന്നു. ഈ മാസത്തിൽ പൊതുവെ സുന്നത്ത് നോമ്പ് അധികരിപ്പിക്കുന്നത് ശ്രേഷ്ഠമായ മുൻഗാമികളുടെ ജീവിതശീലമായിരുന്നു. മുഹറം 10 ആശൂറ ദിനത്തിൽ നബി തങ്ങൾ ജീവിതകാലം മുഴുവനും നോമ്പ് അനുഷ്ഠിച്ചിരുന്നു. ഈ നോമ്പ് ഒരു വർഷത്തെ ചെറിയ പാപങ്ങളെല്ലാം മായ്ച്ചു കളയുമെന്ന് തിരുവചനത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഓരോ അവസരം കൂടി ലഭിച്ചാൽ 9-നും ഞാൻ നോമ്പ് നോൽക്കുമെന്ന് നബി തങ്ങൾ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ജൂതന്മാർക്കും ഏറെ സവിശേഷമായ ദിവസമായിരുന്നു മുഹറം 10. അവരോട് വ്യത്യാസപ്പെടുക എന്ന താൽപ്പര്യം കൊണ്ടായിരുന്നു വ്രതമനുഷ്ഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താൽപ്പര്യമെടുത്തത് എന്നാണ്. അതിനു പക്ഷേ അവസരമുണ്ടായില്ല. അതിനാൽ ഈ ആശയമനുസരിച്ച് 10-ന് മുമ്പോ പിമ്പോ ഒരു ദിവസം കൂടി നോമ്പ് നോൽക്കുക
എന്നതാണ് പണ്ഡിതന്മാർ ഉദ്ദേശിക്കുന്നത്. നോമ്പ് ആരാധനകൾ നോമ്പ് ആരാധനകൾ തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന ആത്മീയ ആനന്ദങ്ങൾക്ക് പുറമെ വിശ്വാസികൾക്ക് മനസ്സിന് ബലമേകുന്ന ഒരുപാട് ആശയങ്ങൾ വേദിയും ഒരുപാട് വിജയങ്ങളുടെ വേദിയുമായിട്ടുണ്ട് മുഹറം മാസം. പല പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ മഹാവിജയങ്ങൾ ഉണ്ടായത് ഈ ദിവസങ്ങളിലാണ് എന്ന് ചരിത്ര പുസ്തകങ്ങൾ പറയുന്നു. ആ കൂട്ടത്തിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് മൂസാ നബി അലൈഹിസ്സലാം ഫറോവയുടെ മേൽ നേടിയ അത്യുജ്വല വിജയമാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം കാലം തൊട്ട് ഈജിപ്തിൽ ജീവിതം തുടങ്ങിയ ഇസ്രായേൽ സന്തതികൾ അവസാനം ദുരിതങ്ങളിൽ എത്തിപ്പെടുകയായിരുന്നു. തദ്ദേശീയരായ കോപ്റ്റിക്കുകൾ അവരെ അടിമകളാക്കി വെച്ചതായിരുന്നു. അവരെ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ദൗത്യമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിക്ക് അള്ളാഹു നൽകിയത്. അക്കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയും അക്രമിയായ ഭരണാധികാരിയുമായിരുന്നു ഈജിപ്ത് വാണിരുന്നത്. അവിടെ നിന്ന് 5 തലമുറകളെങ്കിലും ഉൾക്കൊള്ളുന്നത് ഇസ്രായേൽ സന്തതികൾ എന്ന വലിയ ജനക്കൂട്ടത്തെ രക്ഷപ്പെടുത്തുന്ന വലിയ വെല്ലുവിളികളായിരുന്നു. പക്ഷേ അള്ളാഹു അത് സാധ്യമാക്കി കൊടുത്തു. വിശ്വാസികളുള്ള കാലത്തോളം അനുസ്മരിക്കേണ്ട ഒരു മഹാവിജയമായിരുന്നു ഇത്. ലോകാവസാനം വരെ ഓർമ്മിപ്പിക്കപ്പെടാൻ വേണ്ടി എന്നോണം അത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുമുണ്ട്. അതിലുള്ള നന്ദി പ്രകടനം ആയിരുന്നു ജൂതന്മാർ ഈ ദിവസത്തെ ഉപവാസത്തിലൂടെ ആചരിച്ച് പ്രകടിപ്പിച്ചിരുന്നത്. ആ കഥ ഓർമ്മപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസ്മരിക്കാനും അദ്ദേഹം നേടിയ വിജയത്തെ ആചരിക്കാനും ഏറ്റവും അർഹർ നമ്മൾ ആണ് എന്നതായിരുന്നു. ഇസ്ലാമിന് മുമ്പ് ജാഹിലിയ്യത്തിൽ പോലും ഖുറൈശികൾ മുഹറം മാസത്തെ പ്രത്യേകമായി കണ്ടിരുന്നു. ഈ പ്രത്യേകത ഇസ്ലാമും നൽകുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾക്ക്. അതിനാൽ ഈ മാസത്തെയും ദിവസങ്ങളെയും ആദരിക്കാനും ബഹുമാനിക്കാനും ബാധ്യസ്ഥരാണ് നമ്മൾ. അതുതന്നെയാണ് മുഹറമിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. പ്രിയപ്പെട്ട TH ദാരിമി ഉസ്താദ് വളരെ കൃത്യമായി തന്നെ മുഹറം വിശേഷങ്ങളും വികാരങ്ങളും എന്ന തലക്കെട്ടിൽ വെള്ളിത്തെളിച്ചം എന്ന പങ്ക്തിയിൽ പ്രിയപ്പെട്ട TH ദാരിമി ഉസ്താദ് ഇന്നത്തെ ചന്ദ്രികാ ദിനപത്രത്തിൽ നിരീക്ഷണം പേജിൽ അദ്ദേഹം പ്രത്യേകമായി ഈ മുഹറത്തെക്കുറിച്ച് കൃത്യമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മുഹറം വിശേഷങ്ങളും വികാരങ്ങളും എന്ന തലക്കെട്ടിൽ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞ ആ ഒരു ആശയവും അദ്ദേഹം എഴുതിയ ഇന്നത്തെ ലേഖനവും നിങ്ങൾക്ക് മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ, ഇന്നത്തെ ഈ ഒരു ലേഖനം അവസാനിപ്പിക്കുകയാണ്. ഇനിയും വീണ്ടും ഇതുപോലുള്ള ലേഖനങ്ങളും ചരിത്രങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം എന്ന് നിങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വാക്ക് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹൃദാമാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഈ മുഹറം മാസം വളരെ നല്ല രീതിയിൽ സാക്ഷി നിൽക്കുന്ന സൽക്കർമ്മം ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.